ഡൽഹി കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിൽ ബിജെപിയുടെ പ്രതിഷേധം നടക്കുന്നുണ്ട്. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി നവ്നീത് ബിട്ടുവിനെ ഒറ്റുകാരനെന്ന് വിളിച്ച രാഹുൽ ഗാന്ധി മാപ്പ് പറയണം എന്നതാണ് പ്രവർത്തകരുടെ ആവശ്യം. പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങൾ. വിവരങ്ങളുമായി വിനീത, ഇത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. ഇന്ന് പ്രതിഷേധത്തിനിടെയാണ്. മുൻപ് നമുക്കറിയാം 2024 കോൺഗ്രസ് വിട്ട് BJP-യിലേക്ക് പോയത് ബിട്ടു. അതിനുശേഷം ഇന്നിപ്പോൾ ഈ പ്രതിഷേധത്തിനിടെയാണ് രാവിലെ അദ്ദേഹം നടന്നു പോകുമ്പോൾ ഇതാ വഞ്ചകൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാനായി പോയ രാഹുൽ ഗാന്ധി. അത് വലിയ വിവാദമായി മാറിയിട്ടുണ്ട്. തിരിച്ച് ബിട്ടുവിന്റെ ഭാഗത്തു നിന്നും വലിയ വിമർശനം രാഹുൽ ഗാന്ധിക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഹർദീപ് സിംഗ് പുരി അതിന് മറുപടി നൽകുന്നത് നമ്മൾ കണ്ടു. വലിയ പ്രതിഷേധമാണോ ഉയരുന്നത്? തീർച്ചയായും അനുജ, വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. ആ പ്രതിഷേധം ഡൽഹിയിലെ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് വരെ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഈ പ്രവർത്തകർ, BJP പ്രവർത്തകർ വലിയ പ്രതിഷേധവുമായാണ് ഈ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നത്. തുടർന്നവർ മുദ്രാവാക്യം മുഴക്കുകയും അവിടെ തടിച്ചുകൂടുകയും ചെയ്തു. പോലീസ് ഈ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെയൊക്കെ തന്നെ തടയാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ BJP സംസ്ഥാന അധ്യക്ഷൻ, ഡൽഹി അധ്യക്ഷന്റെ നേതൃത്വത്തിലായിരുന്നു ഈ പ്രതിഷേധം ഉണ്ടായിരുന്നത്. പ്രവർത്തകരിൽ ചിലർ ബാരിക്കേഡിന്റെ മുകളിലേക്കൊക്കെ തന്നെ ചാടി കയറാനൊക്കെ ആയിട്ടൊരു ശ്രമം കൂടി നടത്തിയിട്ടുണ്ടായിരുന്നു. പോലീസ് അവരെ തടയുകയും ഇവിടെ നിന്ന് തിരികെ പോകണമെന്നൊക്കെ തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു BJP-യുടെ പ്രതിഷേധം ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഈ കോൺഗ്രസ് ആസ്ഥാനത്തിന് മുന്നിൽ നിന്നും BJP പ്രവർത്തകരെ പോലീസ് നീക്കുകയാണ്. അനുജ, വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ BJP ഉയർത്തുന്നത്. കേന്ദ്രമന്ത്രിയെ ആക്ഷേപിച്ചു. അത് സിഖ് സമുദായത്തിനെതിരായ ആക്ഷേപമാണ് എന്നുള്ളതാണ് അവരുടെ അവകാശം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.